കായംകുളത്തെ CPM വിഭാഗീയതയുമായി ബന്ധപ്പെട്ടാണ്. ഈ കായംകുളത്തെ CPM വിഭാഗീയതയിൽ പുറത്താക്കപ്പെട്ട ചില നേതാക്കൾ NDA നേതൃത്വവുമായി ചർച്ച നടത്തി എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ആലപ്പുഴ ബ്യൂറോയിൽ നിന്ന് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിലേക്ക് പോകണം. മറ്റ് തെരഞ്ഞെടുപ്പ് വാർത്തകളുമുണ്ട്. നമുക്ക് കിരൺ ബാബുവിലേക്ക് പോകാം. കിരൺ, നേരത്തെ ശരണ്യയുമായി ഈ വാർത്തയുടെ വിശദാംശങ്ങൾ സംസാരിച്ചിരുന്നു. കിരണിലേക്ക്. കായംകുളം CPMന്റെ ദീർഘകാലമായ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന KL പ്രസന്നകുമാരിയാണ് കഴിഞ്ഞ ദിവസം ഏരിയ കമ്മിറ്റി അംഗത്വം രാജിവെച്ചത്. പാർട്ടിയുമായി അവരുടെ മകൻ ബിപിൻ സി ബാബു ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. നേരത്തെ പാർട്ടി നടപടിയെടുത്ത് അദ്ദേഹത്തെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റിയതാണ്. നിലവിലും ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. ഏരിയ സെക്രട്ടേറിയറ്റ് മെമ്പറൊക്കെ ആയിരുന്നു. നിലവിൽ ബ്രാഞ്ചിലാണ് ഇപ്പോൾ ബിപിൻ സി ബാബു ഉള്ളത്. ബിപിനെ തിരിച്ച് പാർട്ടി സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ബിപിന്റെ അമ്മ കൂടിയായ ഏരിയ കമ്മിറ്റി അംഗം പ്രസന്നകുമാരി ദീർഘകാലമായി ആവശ്യപ്പെടുകയായിരുന്നു. ബിപിനും സമാനമായ ആവശ്യങ്ങൾ ഉന്നയിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് കാലമായതോടുകൂടിയാണ് ഇത് ശക്തമാക്കി. ഇതിനെ തുടർന്ന് ആണ് ഈ രാജിയിലേക്കൊക്കെ വന്നത്. പക്ഷേ രാജിയുടെ തൊട്ട് അടുത്ത ദിവസം തന്നെയാണ് ഇത്തരത്തിലൊരു ചർച്ച അവിടെ NDA നേതാക്കളുമായി, പ്രത്യേകിച്ച് BDJS നേതാക്കളുമായി നടത്തിയത്. അതിൻ്റെ വിശദാംശങ്ങളാണ്, വാർത്തയുടെ വിശദാംശങ്ങളാണ്, അതിൻ്റെ ചിത്രങ്ങൾ സഹിതമാണ് ശരണ്യ സ്നേഹജൻ, ഞങ്ങളുടെ ആലപ്പുഴ റിപ്പോർട്ടർ ശരണ്യ സ്നേഹജൻ പുറത്തുവിടുന്നത്. ശരണ്യ, ഇത് എപ്പോഴായിരുന്നു ഈ കൂടിക്കാഴ്ച? ഇതിനിടയിലൊക്കെ പാർട്ടി ഇവരെ അനുനയിപ്പിക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ സജി ചെറിയാന്റെ നേതൃത്വത്തിൽ തന്നെ നടന്നിരുന്നല്ലോ. അത്തരം ശ്രമങ്ങളൊക്കെ നടക്കുകയും ബിപിൻ സി ബാബുവിനെ ആ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ പരിപാടികളിലൊക്കെ പങ്കെടുപ്പിക്കണമെന്നൊക്കെ പാർട്ടി നിർദ്ദേശം കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നല്ലോ. ഇതിനിടയിൽ എപ്പോഴാണ് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നത്? അതോ നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ച് ഇത്തരം ഒരു രാജിയിലേക്ക് ഇവർ നീങ്ങുകയായിരുന്നു? കിരൺ, കായംകുളത്തെ സംബന്ധിച്ചിടത്തോളം കായംകുളം വാൾ എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ CPMന് ഒരു തലവേദന സൃഷ്ടിക്കുന്നത് തന്നെയാണ്. ഒരു ഘട്ടത്തിൽ അത് വോട്ട് ചോർച്ചയടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും തെരഞ്ഞെടുപ്പ് പരാജയത്തിലേക്കൊക്കെ പോവുകയും ഒക്കെ ചെയ്യുമ്പോഴും CPMന്റെ ഒരു ഉറച്ച കോട്ടയായി കഴിഞ്ഞ തവണ LDFനടക്കം ലീഡ് നൽകിയ ഒരു സ്ഥലമാണ് കായംകുളം. അത്തരത്തിൽ ഉറച്ച വോട്ടുകൾ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് കായംകുളത്ത്. അവിടെയാണ് കുറെ കാലമായി CPMനുള്ളിൽ വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായി നിന്ന സൈബർ യുദ്ധങ്ങൾ, അതായത് കായംകുളത്തെ വിവിധ ഗ്രൂപ്പുകൾ അവരുടേതായ സൈബർ ഗ്രൂപ്പുകൾ ഫേസ്ബുക്ക് അടക്കമുള്ള നവമാധ്യമങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയും അതിന്റെ പുറകെ തുറന്ന യുദ്ധവും നടക്കുന്ന ഒരു സാഹചര്യം കായംകുളത്തുണ്ടായിരുന്നു. എല്ലാ കാലത്തും കായംകുളം ഒരു തലവേദനയായി CPMന് നിലനിൽക്കുന്നതിനിടയിലാണ് തിരഞ്ഞെടുപ്പ് കാലത്ത് പുത്തൻ അടി നൽകിക്കൊണ്ട് കായംകുളത്തെ പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ തന്നെ ഇത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം CPMന്റെ പ്രസന്നകുമാരി എന്ന CPMന്റെ ഏരിയ കമ്മിറ്റി അംഗം, അവർ ദീർഘകാലമായി CPM ഏരിയ കമ്മിറ്റി അംഗമായി തുടരുന്ന ആളാണ്, പ്രാദേശിക നേതാവാണ്, 2 തവണ CPMന്റെ പ്രതിനിധിയായി മത്സരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആയ ഒരു പ്രാദേശിക നേതാവാണ്. ഈ പ്രസന്നകുമാരി താൻ പാർട്ടിയിൽ വിഭാഗീയതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി രാജി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞത് KS ബാബുജാൻ അടക്കമുള്ള മറ്റൊരു വിഭാഗത്തിന്റെ ഉപദ്രവത്തെ തുടർന്നാണ് രാജിയിലേക്ക് പോകുന്നത് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. മാത്രമല്ല, ആ രാജിക്കത്തിനകത്ത് പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം തനിക്കൊപ്പം അസംതൃപ്തരായ നിരവധി CPM പ്രവർത്തകർ അവിടെ ഉണ്ട് എന്നുള്ള ഒരു ആരോപണം കൂടി, അത്തരത്തിലൊരു സൂചന കൂടി പ്രസന്നകുമാരി ആ രാജിക്കത്തിൽ നൽകിയിരുന്നു. പ്രസന്നകുമാരിക്ക് പുറമെ മകൻ ബിപിൻ സി ബാബു ഇതിനു മുമ്പ് തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധിയായിരുന്നു. ഒപ്പം തന്നെ പിന്നീട് ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിന്റെ കായംകുളത്ത് നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് ഡിവിഷന്റെ CPM പ്രതിനിധിയായി മത്സരിച്ച് കഴിഞ്ഞ കുറെ കാലയളവിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പോഴും CPM അംഗമായി ജില്ലാ പഞ്ചായത്ത് അംഗമായി നിൽക്കുന്ന ആളാണ് ബിപിൻ. ആ ബിപിൻ സി ബാബുവിന്റെ വീട്ടിൽ വെച്ചാണ് ഇത്തരത്തിൽ ഒരു കൂടിക്കാഴ്ച ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം ഈ പ്രശ്നങ്ങൾ ഇവരുടെ രാജിക്കത്ത് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു. ഈ രാജിക്കത്ത് പുറത്തു വന്നതിന് ശേഷം CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സജി ചെറിയാൻ, ജില്ലയുടെ ചുമതലയുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ സജി ചെറിയാൻ കായംകുളത്തെത്തുകയും ഇവരുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. ആ ചർച്ചയ്ക്കകത്ത് തീരുമാനമായത് ബിപിൻ സി ബാബുവിനെ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ബിപിന്റെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ എല്ലാ പരിപാടികളിലും പങ്കെടുപ്പിക്കണമെന്നൊരു തീരുമാനം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സജി ചെറിയാൻ നേതൃത്വത്തിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ യോഗത്തിലാണ് തീരുമാനമായത്. മാത്രമല്ല, ഈ പ്രസന്നകുമാരിയുടെ ബിപിന്റെയും രാജി പാർട്ടി സ്വീകരിക്കുകയും ചെയ്തിരുന്നില്ല. അത്തരമൊരു സമ്മർദ്ദ തന്ത്രത്തിൽ നിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് CPM നേതൃത്വവുമായുള്ള ആ ഒരു യോഗം കഴിഞ്ഞ്, CPM നേതൃത്വത്തിന്റെ യോഗം കഴിഞ്ഞ്
മണിക്കൂറുകൾക്കുള്ളിലാണ് NDA നേതാക്കൾ, പ്രത്യേകിച്ച് BDJS നേതാക്കൾ ബിബിന്റെ വീട്ടിലെത്തി ചർച്ച നടത്തി എന്നുള്ളതാണ്. അവരൊരു CPM കുടുംബമാണ്, പാർട്ടി കുടുംബം എന്ന് അറിയപ്പെടുന്ന ആളുകളാണ്. ഈ ബിബിൻ സി ബാബുവിനെ നടപടിയെടുത്ത് CPM കഴിഞ്ഞ കുറച്ച് നാളുകളായി നടപടിയെടുത്ത് പുറത്താക്കിയിരിക്കുകയായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് ഭാര്യ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. ഭാര്യ മഹിളാ അസോസിയേഷൻ നേതാവാണ്, ഒപ്പം തന്നെ അച്ഛൻ, ഭാര്യയുടെ പിതാവ്. ഈ ബിബിൻ സി ബാബുവിനെതിരെ നേരത്തെ തന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടായിരുന്നു. ഈ ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ പെട്ടിരുന്നു. പാർട്ടി ഈ തലത്തിൽ ഒരുപാട് ചർച്ചയായതാണ്. കായംകുളത്ത് പ്രത്യേകിച്ച് ഈ വിഷയം ചർച്ചയായതാണ്. ബിബിൻ സി ബാബുവിനെ പാർട്ടി പ്രൊട്ടക്ട് ചെയ്യുന്നു എന്ന രീതിയിലുള്ള ചില വാർത്തകളൊക്കെ പുറത്തു വന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഇതിനിടയിലാണ് ഇത്തരം ചില നീക്കങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ BDJS കായംകുളത്ത് അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ അത്യാവശ്യം ശക്തിയുള്ള തുഷാർ വെള്ളാപ്പെടുന്ന ആളാണ്. അവിടെ ഇത്തരത്തിലൊരു നീക്കം ഉണ്ടാകുമ്പോൾ ഈ ബിബിൻ സി ബാബുവും അമ്മയും അല്ലാതെ മറ്റു നേതാക്കളെ ബന്ധപ്പെടുന്ന പശ്ചാത്തലം ഒരുങ്ങുന്നുണ്ടോ? മറ്റെന്തൊക്കെ നീക്കങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്? BDS-ൽ ചേരുമെന്ന തരത്തിൽ കാര്യങ്ങൾ ഉറപ്പിക്കാനുള്ള ഘട്ടമായിട്ടുണ്ടോ? ഇതിനകത്ത് രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഈ വിഷയങ്ങൾ ചർച്ചയപ്പെട്ട് തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി, അതായത് 6 മാസത്തെ സസ്പെൻഷന് ശേഷം ബിബിനെ തിരിച്ച് CPM-ലേക്ക് വരുമ്പോൾ ബിബിൻ ഏത് ഘടകത്തിൽ വരണമെന്നുള്ളത്, നിലവിൽ ഇപ്പോൾ പാർട്ടി അംഗത്വത്തിലാണ് ബിബിൻ നിലനിൽക്കുന്നത്. ബിബിന്റെ ഘടകം ഏരിയ സെന്ററിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരണമെന്ന ആവശ്യം, പ്രധാന ഡിമാൻഡ് ആയിരുന്നു ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. പക്ഷേ തൊട്ടപ്പുറത്ത് തന്നെ ഗാർഹിക പീഡന പരാതിയുമായി പാർട്ടി കുടുംബാംഗങ്ങളും ഒപ്പം തന്നെ പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗവുമായ ഈ പരാതിക്കാരനായ പെൺകുട്ടിയുടെ അച്ഛനും ഒപ്പം തന്നെ ആ പെൺകുട്ടിയും ഗാർഹിക പീഡന പരാതി നൽകിയ മഹിളാ അസോസിയേഷൻ നേതാവ് നിൽക്കുമ്പോൾ എങ്ങനെയാണ് തിരിച്ച ഏരിയ കമ്മിറ്റിയിലേക്ക് എടുക്കുക? അത് മറ്റൊരു ചർച്ചയിലേക്ക് പോകുമെന്നുള്ള ആശങ്കയാണ് CPM-നകത്ത് നിൽക്കുന്നത്. അപ്പോൾ പോലും ബിബിനെ പിന്തുണച്ചുകൊണ്ട് CPM-നകത്ത് ഒരു വിഭാഗം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ ബിബിൻ നാമനിർദ്ദേശം, അതായത് CPM-നെതിരെ മത്സരിക്കുന്നതിന് വേണ്ടിയുള്ള നാമനിർദ്ദേശ പത്രിക വാങ്ങിയിരുന്നു എന്നുള്ള, അതിനുള്ള അപേക്ഷയ്ക്കുള്ള പത്രിക വാങ്ങിയിരുന്നു എന്നുള്ള വിവരം പുറത്തു വന്നിരുന്നു. അത്തരം ആരോപണങ്ങൾ നിലനിന്നിരുന്നു. BDJS-ലേക്ക്